അപ്പം ഈ ഉള്ള ആളുകൾ പല രീതിയിൽ കിടന്ന് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനെന്താ നല്ലൊരു പരിഹാരം എന്ന് പറയാമോ? നല്ല രീതിയിലുള്ള പരിഹാരം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്പത്തിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ടത്. സർപ്പത്തെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എന്താ പറയുക, സ്കിന്നിനുള്ള അസുഖങ്ങൾ, പിന്നെ എപ്പോഴും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നടുവൊടിഞ്ഞ് കിടക്കാന്നൊക്കെ പറയില്ലേ, സ്പൈനൽ കോഡിനായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ വരാം, എപ്പോഴും കിടപ്പ് രോഗിയായിരിക്കുള്ളൂ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെന്താ പറയുക, സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഇല്ലാണ്ടിരിക്കുക, സന്താനങ്ങൾ ഉണ്ടാവാണ്ടിരിക്കുക, പല രീതിയിലായിട്ടുള്ള ഇത് വരും. സർപ്പത്തെ ശരിക്കും പറഞ്ഞാൽ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മഹാലക്ഷ്മി യോഗം ഉണ്ടാവും. അതായത് നമുക്ക് സമ്പൽ സമൃദ്ധി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ശരിക്കും ഒന്ന് നോക്കിയാൽ മതി, നമ്മൾ നല്ല രീതിയിൽ നാഗത്തിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും നല്ലൊരു ഇതായിരിക്കും. നമുക്ക് പറ്റാത്ത ആൾക്കാർ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണക്കാർക്കൊക്കെ ചെയ്യേണ്ട സംഭവം നമ്മുടെ ഇവിടെ ചെയ്യുന്നത് പാലും നൂറും കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെതായ എന്താ പറയുക, സർപ്പബലി ഉണ്ട്, കളമ്പാട്ടുണ്ട് സർപ്പത്തിന്, പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഓരോ ഇത് നോക്കിയതിന് ശേഷം നമ്മൾ രാശി വെച്ച് നോക്കിയിട്ട് തന്നെ ചെയ്യുന്നത്. അത് നമ്മളിൽ നിന്നും മാറുമോ ഇല്ലയോ എന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദേവജ്ഞനെ കണ്ട് നോക്കിയതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ.